കൊല്ലം പിഷാരിക്കാവ് ക്ഷേത്രത്തിൽ ദേവസ്വം നടത്തുന്ന മരാമത്ത് പ്രവർത്തികളിലെ കെടുകാര്യസ്ഥിതിയിൽ പ്രതിഷേധിച്ച് ഒറ്റയാൾ പോരാട്ടം. പിഷാരിക്കാവ് പ്രവാസി കൂട്ടായ്മ അംഗമായ മൂത്തേടത്ത് മോഹനനാണ് ഒറ്റയാൾ പോരാട്ടം നടത്തുന്നത്. ദേവസ്വം നടപ്പിലാക്കേണ്ട നിരവധി ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു. ദീർഘവീക്ഷണമില്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഉദാഹരണമാണ് അമ്പലത്തിന്റെ മുൻവശത്ത് നിർമ്മിച്ച സരസ്വതി മണ്ഡപം. 50 പേർക്ക് കലാപരിപാടികൾ കാണുവാൻ വേണ്ടി ലക്ഷങ്ങൾ മുടക്കിയാണ് കെട്ടിടം നിർമ്മിച്ചത്. ഇത് നീചമായ പ്രവൃത്തിയാണ്. ഇതിനുത്തരവാദികൾ ട്രസ്റ്റിമാരും ഭരണസമിതിയുമാണെന്ന് പിഷാരിക്കാവ് പ്രവാസി കൂട്ടായ്മ അംഗമായ മൂത്തേടത്ത് മോഹനൻ ആരോപിച്ചു. പിഷാരിക്കാവിന്റെ ഊട്ടുപുര ഗസ്റ്റ് ഹൗസ് 10 വർഷമായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഉദ്ഘാടനം ചെയ്തിട്ടില്ല. പിന്നെ വടയനകുളം ആനക്കുളം നന്നാക്കുക, ക്ഷേത്രത്തിൻ്റെ മുൻവശത്തുകൂടി പോകുന്ന റോഡ് ഒന്നുകിൽ ഇൻ്റർലോക്ക് ചെയ്യുക, പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ്, ഇൻ്റർലോക്ക് ചെയ്യുക, നന്നാക്കുക, ഡ്രൈനേജും നന്നാക്കുക, ക്ഷേത്രത്തിൻ്റെ ചുറ്റിലെ ഇൻ്റർലോക്ക് എടുത്തു മാറ്റി കരിങ്കൽ പതിക്കുക. ഇങ്ങനെ ഒരു 10-15 കാര്യങ്ങളാണ് നിവേദനത്തിൽ കൊടുത്തത്. 1 വർഷമായിട്ട് കൊടുത്തത് ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. ഇതിനെപ്പറ്റി ശ്രദ്ധിച്ചിട്ടില്ല. വടയനകുളം സ്വകാര്യ വ്യക്തികൾ കൈയടക്കിയിരിക്കുന്നു. അതിനെതിരെ ഒരു നടപടി ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരികൾക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. പിഷാരിക്കാവിലെ കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച ഊട്ടുപുര, ഗസ്റ്റ് ഹൌസ് എന്നിവ ഉടൻ തുറന്നു കൊടുക്കണമെന്നും ക്ഷേത്രത്തിന്റെ മുൻവശത്തുള്ള ശുചിമുറി എന്നിവ മറ്റു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കണമെന്നും ക്ഷേത്ര ചുറ്റിലെ ഇന്റർലോക്ക് എടുത്തുമാറ്റി കരിങ്കൽ പതിപ്പിക്കണമെന്നും ഒറ്റയാൾ സമരത്തിലൂടെ മൂത്തേടത്ത് മോഹനൻ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി.